അടുത്തതായി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കരസ്തോത്രാമൃതമാണ്. സർപ്പങ്ങളാൽ അലങ്കരിക്കപ്പെട്ട കഴുത്തും ചെവിയുമുള്ള മൂന്നാം കണ്ണിൽ നിന്ന് അഗ്നി സ്ഫുരിക്കുന്ന ആനത്തോലുടുത്ത ഭഗവാനിൽ പരിശുദ്ധമായ മനോവൃത്തികൾ ഉറപ്പിച്ചാലും എന്നാണ് ശ്രീ ശങ്കരാചാര്യർ ഉപദേശിക്കുന്നത്. നിർഗുണ നിരാകാരവും സഗുണ സാകാരവും പരമാർത്ഥത്തിൽ ഒന്നു തന്നെയാണെന്ന് വ്യക്തമാക്കുന്ന ശിവാപരാധ ക്ഷമാപണ സ്തോത്രത്തിലെ ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം. സൂക്ഷ്മ സാധനകളെ, ശാസ്ത്രസ്വാധ്യായത്തെ ഒന്നും താൻ വേണ്ടതുപോലെ ചെയ്തില്ലല്ലോ എന്ന വിഷയം സൂചിപ്പിച്ചു. ഈ ക്ഷമാപണത്തെ ഉപസംഹരിക്കാൻ നേരത്ത് സകല ലോകത്തോടുമായി ഭഗവത് ഉപാസന ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ്. ആ പ്രേരണയാണ് നമ്മൾ പഠിക്കുന്നത്. മോക്ഷാർത്ഥം ചിത്തവൃത്തിം അമലാം കുരു. മോക്ഷാർത്ഥം, മോക്ഷത്തിനായിക്കൊണ്ട് ചിത്തവൃത്തികളെ പരിശുദ്ധമാക്കി തീർത്താലും എന്ന് നമ്മളോട് പറയുകയാണ്. എവിടെ? ഒന്നാമത് പറഞ്ഞു ചന്ദ്രോദ്ഭാസിത ശേഖരേ. ചന്ദ്രനാൽ, ചന്ദ്രകലയാൽ ഉദ്ഭാസിതമാകുന്ന, പ്രകാശിതമാകുന്ന, പ്രഭാപൂർണമാകുന്ന മൂർധാവിനോട് കൂടിയവൻ. അങ്ങനെയുള്ളവനിൽ ആരിൽ? സ്മരഹരേ. സ്മരഹരനിൽ, സ്മരനെ, കാമദേവനെ ഹരിച്ചവനിൽ. ഗംഗാധരേ. ഗംഗയെ ധരിച്ചിരിക്കുന്നവനിൽ. ആരാണോ തൻ്റെ മകുടത്തിൽ, ജടാകലാപത്തിൽ ഗംഗയെ പൂർണ്ണമായും ധരിച്ചിരിക്കുന്നത്, അങ്ങനെയുള്ള പരമേശ്വരനിൽ. തുടർന്ന് ശങ്കരേ. ശങ്കരശബ്ദം എത്രയോ പ്രാവശ്യം നമ്മളിവിടെ ശ്രദ്ധിച്ചു. ശം എന്നതിന് സുഖം, ആനന്ദം എന്നർത്ഥം. സുഖത്തെ, ആനന്ദത്തെ ചെയ്യുന്നവനാരോ അവൻ ശങ്കരൻ. ശം കരോതീതി ശങ്കര. ഞങ്ങൾ ശങ്കരനിൽ. എങ്ങനെയുള്ള ശങ്കരനിൽ? തീർത്തും സഗുണമായ വർണ്ണനയെ ചെയ്യാണ്. സർപ്പൈർഭൂഷിത കണ്ഠകർണ വിവരേ നേത്രോത്ഥവൈശ്വാനരേ ദന്തിത്വകൃത സുന്ദരാംബരധരേ. ഹരേ. ഹരനിൽ. എങ്ങനെയുള്ള ഹരനിൽ പറയുകയാണ്. സർപ്പൈഹി ഭൂഷിത കണ്ഠകർണ വിവരേ. സർപ്പങ്ങളാൽ അലങ്കരിക്കപ്പെട്ട കഴുത്ത്, ചെവി എന്നിവയോടൊത്തവന്. അവനിലാണ് നിൻ്റെ ചിത്തവൃത്തി ഉറപ്പിക്കേണ്ടത്, പരിശുദ്ധമാക്കി തീർക്കേണ്ടത്. ഇപ്പോൾ സർപ്പൈഹി ഭൂഷിതം, സർപ്പങ്ങളാൽ ഭൂഷണം ചെയ്യപ്പെടുന്ന, അലങ്കരിക്കപ്പെടുന്ന കണ്ഠവും കഴുത്തും. കർണവിവരവും. കർണവിവരം ചെവി. വിവരം എന്നാൽ ദ്വാരം. കർണവിവരം ചെവിയുടെ ദ്വാരം. അപ്പോൾ കർണേന്ദ്രിയം എന്തിനെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നുവോ അതാണ് കർണവിവരം, ചെവി എന്ന് പറയാം. ഇപ്പോൾ സർപ്പങ്ങളാൽ അലങ്കരിക്കപ്പെടുന്ന കഴുത്തിനോടും ചെവിയോടും ഒത്തവൻ എന്ന് പറയുമ്പോൾ ശിവശരീരത്തിൽ എല്ലായിടത്തും തന്നെ വ്യാപിച്ച് അലങ്കാരമായി സർപ്പങ്ങൾ നിലകൊള്ളുകയാണ്. അങ്ങനെ സർപ്പഭൂഷണനായ ഭഗവാനിൽ. എങ്ങനെയുള്ള ഭഗവാനിൽ? നേത്രോത്ഥവൈശ്വാനരേ. നേത്രത്തിൽ നിന്ന് ഉത്തമായ, ഉയർന്നു നിലകൊള്ളുന്ന വൈശ്വാനരൻ അഗ്നി. അഗ്നിയോടൊത്തവൻ. ആരുടെ മൂന്നാം കണ്ണിൽ നിന്നാണോ അതിഭീഷണമായ അഗ്നി പുറത്തേക്ക് പ്രസരിക്കുന്നത് അവനാണ് നേത്രോത്ഥ വൈശ്വാനരൻ. അവിടെ വൈശ്വാനരന ശബ്ദത്തിന് അഗ്നി എന്നർത്ഥം മനസ്സിലാക്കുക. അങ്ങനെയുള്ളവനിൽ വീണ്ടും പറയുകയാണ് ദന്തിത്വകൃത സുന്ദരാംബരധരേ. ദന്തിയുടെ ത്വക്കിനാൽ ചെയ്ത സുന്ദരമായ അമ്പരത്തെ ധരിച്ചിരിക്കുന്നവനിൽ. ദന്തി എന്നാൽ ആന. ആരുടെ ദന്തമാണോ, പല്ലാണോ നീണ്ടിരിക്കുന്നത് അവൻ ദന്തി, ആന. ദന്തിയുടെ ത്വക്ക്, തൊലി, ആനത്തൊലി. ആനത്തൊലിയാൽ ചെയ്യപ്പെട്ട സുന്ദരമായ അമ്പരം, സുന്ദരമായ വസ്ത്രം. പരമശിവന് മറ്റ് വസ്ത്രങ്ങളൊന്നുമില്ല. ചിലപ്പോൾ നഗ്നനായിരിക്കും, ചിലപ്പോൾ മാൻതോലായിരിക്കും,
ചിലപ്പോൾ ആനത്തോലായിരിക്കും. ഇവിടെ ആനത്തോല് പറയുന്നു. ആനത്തോലുടുത്തവൻ, അതാണ് ദന്തിത്വകൃത സുന്ദരാംബരധരെ. സുന്ദരമായ അമ്പരത്തെ ധരിച്ചിരിക്കുന്നവൻ, അമ്പരം വസ്ത്രം. അങ്ങനെയുള്ളവനിൽ പരിശുദ്ധമായ മനോവൃത്തികളെ ഉറപ്പിച്ചാലും എന്ന് പറയുകയാണ്. എങ്ങനെയുള്ളവനിൽ? ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ചന്ദ്രോദ്ഭാസിത ശേഖരേ, അതുപോലെ ഗംഗാധരേ, സർപ്പൈഹി ഭൂഷിത കണ്ഠകർണ വിവരേ, നേത്രോത്ഥവൈശ്വാനരേ, ദന്തിത്വകൃത സുന്ദരാംബരധരേ എന്നുള്ളതെല്ലാം സഗുണമായ, സരൂപമായ, സാവയവമായ ശിവൻ്റെ ഭാവങ്ങളാണ്. ഈ സഗുണ സാകാര രൂപത്തെ പറയുമ്പോൾ തന്നെയും അവിടുത്തെ പാരമാർത്ഥിക രൂപത്തെ ഓർമ്മിപ്പിക്കുകയാണ്. അതാണ് ത്രൈലോക്യസാരേ. ത്രൈലോക്യ സാരമാണ് അവിടുന്ന്. 3 ലോകങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ത്രൈലോക്യം. ത്രൈലോക്യത്തിന് മുഴുവൻ സാരഭൂതമായത് എന്താണോ, ത്രൈലോക്യത്തിന് മുഴുവൻ സത്തയെ നൽകുന്നത്, ഉണ്മയെ നൽകുന്നത്, ഏതുണ്മയാൽ ത്രൈലോക്യം മുഴുവൻ ഉള്ളതായി ഭാസിക്കുന്നുവോ അതാണ് ശിവൻ്റെ പാരമാർത്ഥിക സ്വരൂപം. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചന്ദ്രോദ്ഭാസിത ശേഖരേ എന്ന് പറഞ്ഞത് മുതൽ ദന്തിത്വകൃത സുന്ദരാംബരധരേ എന്നത് വരെയുള്ള എല്ലാ വർണ്ണനകളും സാകാരമായിരിക്കുന്ന ശിവൻ്റെ ഭാവങ്ങളെയാണ് സൂചിപ്പിച്ചത്. എന്നാൽ ത്രൈലോക്യ സാരേ എന്നുള്ള പദമാകട്ടെ സകല സാകാരഭാവത്തിനും ഉപരിയുള്ള കേവലമായ ഉണ്മയാണ്. അപ്പം ഇത് രണ്ടും ഒന്നിച്ചു പറഞ്ഞതുകൊണ്ട് നിർഗുണ നിരാകാരവും സഗുണ സാകാരവും പരമാർത്ഥത്തിൽ ഒന്ന് തന്നെയാണ്. വിദ്വാൻമാർ പഠിക്കുന്നതിന്, ഉപദേശിക്കുന്നതിന്, അപഗ്രഥിക്കുന്നതിന് പല പ്രകാരം ഇവയെ പറഞ്ഞാലും സത്യത്തിൽ സഗുണ നിർഗുണങ്ങളൊക്കെ ഒന്ന് തന്നെ, ഒരേ ഈശ്വരൻ്റെ ഭാവങ്ങളാണ് എന്ന് സൂചിപ്പിക്കപ്പെടുക ചെയ്യുന്നത്. അങ്ങനെയുള്ള ഹരനിൽ എൻ്റെ, നിങ്ങളുടെ എല്ലാവരുടെയും ചിത്തവൃത്തികളെ അമലമാക്കി തീർക്കണമേ എന്ന് ആഹ്വാനം ചെയ്യുകയാണ്. തുടർന്നുള്ള ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം.